ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ന്യൂ ഇയർ ഒക്കെ എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ച് കാണും അല്ലേ? എല്ലാവരും ഡെയിലി അഫർമേഷൻസും വിഷ്വലൈസേഷനും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വാട്ടർ ടെക്നിക്കാണ് കേട്ടോ. അതായത് ഞാൻ നമ്മുടെ വീടൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു തിരക്കിലാണ്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഞാൻ ഒന്നരാടമൊക്കെ വീഡിയോ ഇടുന്നത്. ഇപ്പോൾ ന്യൂ ഇയർ ആകുമ്പോഴത്തേനും ന്യൂ ഇയർ ജനുവരി കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണിപ്പോൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതും ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ എന്തായാലും പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വാട്ടർ ടെക്നിക്കാണ് കേട്ടോ. പലരും ചോദിക്കാറുണ്ട്, നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാനായിട്ടും മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്ക്, ഒത്തിരി ലാഗ് ഇല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ മുന്നേ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് വാട്ടർ ടെക്നിക്ക്, വെള്ളം ഭയങ്കരമായിട്ട് എനർജി തരുന്ന ഒരു സാധനമാണ് കേട്ടോ. ഒരുപാട് എനർജി ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് ഈ വെള്ളത്തിലൂടെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വെളുപ്പിനെയൊക്കെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത്, അതായത് ഞാൻ രാവിലെ വെളുപ്പിനെ എഴുന്നേക്കും, കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് വയ്ക്കും, എന്നിട്ട് അവിടെ പാ പിരിച്ചിരുന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിലിരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യും. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ നാമങ്ങൾ, പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ നമ്മുടെ വിഷ്വലൈസേഷൻ, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ആ സമയത്ത് ചാൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ കയ്യിലെടുത്തിട്ട് അല്ലെങ്കിൽ ഫ്രണ്ടിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, ആ ഒരു അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ണം കൂട്ടണം, വെയിറ്റ് കൂട്ടണം. അപ്പം നമുക്ക് ഈ ഒരു വെള്ളം കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പിടിക്കുക, ഗ്ലാസ് ഇങ്ങനെ കയ്യിലിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് അതൊരു മാജിക് പാർട്ടറാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് നമ്മൾ അഫർമേഷൻസ് പറയുക, ഒരു 11 തവണ പറയുക, എനിക്ക് വെയിറ്റ് കൂടിയത് നന്ദി. ഞാനിപ്പോൾ വെയിറ്റ് കൂടാനായിട്ട് അഫർമേഷൻ എഴുതുന്ന കൂടെ എനിക്ക് എത്ര കിലോ വെയിറ്റ് വേണമെന്ന് ഞാൻ ആ ഒരു എൻ്റെ വിഷ് ലിസ്റ്റിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു കറക്റ്റ് ഗോൾ തന്നെയാണ് എനിക്ക് നേടാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഒരു അഫർമേഷനായിട്ട് എപ്പോഴും നിങ്ങളുടെ ഡയറിയിൽ നോട്ട് ചെയ്ത് വെക്കാനായിട്ടുള്ളത്, നിങ്ങൾ ആ ഒരു കാര്യം വിട്ട് കളയുകയോ ചെയ്യരുത് കേട്ടോ. നിങ്ങളുടെ എന്ത് ആഗ്രഹമാണോ നിങ്ങൾക്കുള്ളത് അതെല്ലാം നിങ്ങളുടെ വിഷ് ലിസ്റ്റിൽ അഫർമേഷനായിട്ട് നിങ്ങൾ എഴുതാൻ മറക്കരുത്. എന്നിട്ട് നമ്മൾ ഓരോ ദിവസവും കാര്യങ്ങൾ ചെയ്യുമ്പോൾ, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അത് ഓരോ കാര്യങ്ങളും എടുത്ത് അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വെള്ളം ഇങ്ങനെ കയ്യിലെടുത്തിട്ട് നമുക്ക് വെയിറ്റ് കൂട്ടണം. എനിക്ക് വെയിറ്റ് കൂടിയതിന് നന്ദി, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 60 കിലോ 70 കിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ വെയിറ്റ് 60 കിലോ ആക്കി തന്നതിന് നന്ദി, ആയതിന് നന്ദി, ഇങ്ങനെ പറഞ്ഞിട്ട് വിഷ്വലൈസേഷൻ ചെയ്യാം. നമുക്ക് വെയിറ്റ് കൂടിയ നമുക്ക് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. അതൊക്കെ ഈ ഒരു വാട്ടർ കയ്യിൽ വെച്ചിട്ട് വേണം കേട്ടോ. എന്നിട്ട് ഇത് 11 തവണ ഈ ഒരു അഫർമേഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു എനർജി, നമ്മുടെ ശരീരത്തിലൊരു എനർജി വരുന്നത് പോലെ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. നമ്മൾ തന്നെ സങ്കല്പിക്കുക, അത് ആ ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് കയ്യിലങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അഫർമേഷൻസ് പറയുക. പിന്നെ അത് നന്നായിട്ടത് ഫീൽ ചെയ്യുക. നന്നായിട്ട് ആ ഒരു ഫീൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും, നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ അത്രയും സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ആ ഒരു കാര്യം ഇരുന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം കേട്ടോ. എന്നിട്ട് അപ്പം നമുക്ക് തന്നെ ഫീൽ ഈ എനർജി ഈ വെള്ളത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും, ആ വെള്ളം നമ്മൾ ഫൈനലി എടുത്ത് കുടിക്കുകയാണ് ചെയ്യുന്നത്. അത് കുടിക്കുന്ന സമയത്തും നമുക്കത് ശരീരത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഇറങ്ങിപ്പോകുന്ന ആ ഒരു ഫീല്, നമുക്ക് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ആ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടും ശരിക്കും. അപ്പോൾ നമ്മളത് മെഡിറ്റേഷൻ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും കറക്റ്റ് ആത്മാർത്ഥതയോട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇതൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. നമ്മൾ ശരിക്കും ആ ഒരു വാട്ടർ നമ്മൾ അത്രയും ഫീലോട് കൂടി തന്നെ കുടിക്കുക. നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരാൾ കമൻറ്റ് ഇട്ടു, ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പം ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട്. ഞാൻ അത്രയും ഫീൽ ചെയ്ത് പറയുന്നത് കൊണ്ടാണ് അതങ്ങനെ ഇടയ്ക്ക് അങ്ങനെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ കണ്ണടഞ്ഞ് പോകുന്നതാണ് കേട്ടോ. കാരണം ഞാനിത് ചെയ്ത സമയത്തൊക്കെ ഉള്ള ഒരു ഫീൽ, ഞാനിത് പറയുമ്പം ഞാൻ ആ ചെയ്ത സമയങ്ങളിൽ ഉള്ള ഒരു ഫീൽ എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് വരും. അപ്പോൾ അത് അങ്ങനെ ഒന്ന് കണ്ണടഞ്ഞ് പോകുന്നതാണ്. അല്ലാതെ ഏതോ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഭയങ്കര സ്ട്രോമാണ് പോകുന്നത്, ഞാൻ ഓക്കെ അല്ല, എന്തോ കൊടുങ്കാറ്റ് എൻ്റെ മനസ്സിലുണ്ട്, അങ്ങനെയൊന്നുമല്ല. കൊടുങ്കാറ്റുകളൊക്കെ ഉണ്ടായ സമയമൊക്കെ ഉണ്ട്.
ചില അനുഭവങ്ങൾ പറയുമ്പം എൻ്റെ മനസ്സിലേക്ക് ചിലപ്പോൾ പെട്ടെന്ന് വരുമ്പോഴും എൻ്റെ ഞാനിങ്ങനെ കണ്ണുകൾ അടച്ച് അതിനെ ഒന്ന് പെട്ടെന്ന് വരുമ്പോൾ ആ കണ്ണുകൾ അടച്ചിട്ട് എൻ്റെ മനസ്സിലേക്ക് വരും, പിന്നെ നമ്മളത് ക്യാൻസൽ കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ ഞാനിപ്പോഴും ആ ഒരു സ്റ്റോമിലൊന്നും അല്ല ജീവിക്കുന്നത്. ആണെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ മുന്നേ ഒന്നും ഇങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ ഭയങ്കരമായിട്ടുള്ള സ്റ്റോമിലും വിഷമങ്ങളിലും ഡിപ്രഷനിലൊക്കെ പോയൊരു സമയമുണ്ട്. പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ട് ഞാൻ. എന്ന് വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഇപ്പോൾ ഓക്കെ അല്ല. എനിക്കിപ്പോഴും നമ്മുടെ ഓരോ പ്രശ്നങ്ങളൊക്കെ വരും. നമുക്ക് കംപ്ലീറ്റ്ലി ഒരിക്കലും പ്രശ്നങ്ങളും ടെൻഷൻസും ഇല്ലാത്ത ലൈഫൊന്നും നമുക്ക് പോസിബിൾ അല്ല. അതൊക്കെ ഉണ്ടാവും. നമ്മളതിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു, നമുക്കതിനെ ഒക്കെ മറികടന്ന് നമ്മുടെ ഒരു ലൈഫ് നല്ല രീതിയിൽ സെറ്റ് ആയിക്കൊണ്ട് വരണം. നമുക്കൊരു ഹാപ്പി ആയിട്ടൊരു ലൈഫ് വേണം. അതിനു വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നതല്ലേ. അല്ലാതെ എപ്പോഴും ടെൻഷൻ അതിനെക്കുറിച്ച് ഓർത്ത് തന്നെ ഇരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു പാട്ട് എനിക്ക് നിങ്ങൾക്കത് ഡെയിലി എപ്പോൾ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് എപ്പോൾ കയ്യിൽ വെള്ളം കുടിക്കാൻ എടുത്താലും നമുക്ക് ആ ഒരു എനർജി ആ ഒരു വെള്ളത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിന് വേണ്ടി നമുക്ക് ഇപ്പോൾ വെയിറ്റ് കൂട്ടാൻ, നമുക്ക് ഏതൊരു കാര്യത്തിന് വേണ്ടി, നമ്മുടെ ഹെൽത്തിന് വേണ്ടി, നമുക്ക് നല്ലൊരു ആരോഗ്യം തന്നതിന് നന്ദി, ഉറക്കം ലഭിക്കാനായിട്ട്, അങ്ങനെ ഏത് കാര്യത്തിന് വേണ്ടിയും നമുക്ക് ഈ ഒരു വാട്ടർ എനിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ വെക്കുക, കണ്ണടച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ കണ്ണടച്ചാണ് ചെയ്യുന്നത് കേട്ടോ. എനിക്കപ്പോൾ കൂടുതൽ അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ, എനിക്കങ്ങനെ ഞാനൊരു എന്തെങ്കിലും ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ കണ്ണ് ഞാൻ അടച്ച് ആണ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ആയിപ്പോവും. അപ്പോൾ 11 തവണ നമ്മുടെ ആഗ്രഹം എന്താണോ അത് അഫർമേഷനായിട്ട് പറയുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് ആ എനർജി, നമ്മുടെ ഫുൾ എനർജി ആ ഒരു വെള്ളത്തിലേക്ക്, നമ്മുടെ അഫർമേഷൻസൊക്കെ എനർജിയൊക്കെ വെള്ളത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക. ദെൻ ആ വെള്ളം കുടിക്കുക, ഫീൽ ചെയ്ത് കുടിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ആഗ്രഹങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇത് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം. ഇത് നടക്കുമോ നടക്കത്തില്ല അങ്ങനെയുള്ള ഡൗട്ടിൽ നിൽക്കരുത് ഒരിക്കലും. അങ്ങനെ സംശയിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ തേടി തന്നെ എത്തും. അപ്പോൾ ഒരിക്കലും ഇത് സംശയത്തോടെ കാണരുത്. എനിക്കിത് നടക്കുമോ നടക്കത്തില്ല, ഇത് സത്യമാണോ, അങ്ങനെയുള്ള സംശയങ്ങളൊന്നും വേണ്ട. അത് അപ്പോൾ ലാഗാവും, അവിടെ താമസിക്കും, ചിലപ്പോൾ കിട്ടാതെയാവും. പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ എപ്പോഴും ഒരു നോട്ടിൽ എഴുതി വെക്കുക. നിങ്ങളുടെ ഡയറിയിൽ എത്രയാണെങ്കിലും, അത് 1 or 2 ആവരുത്. നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ എഴുതി തീർക്കാൻ പറ്റണമെന്നില്ല. നമുക്കൊരു 10 or 200 ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഓരോ ദിവസവും എഴുതാം. നമുക്ക് അതിനോട് ആഡ് ചെയ്യാൻ പറ്റും അല്ലേ. അങ്ങനെ ഓരോ ദിവസവും ആഡ് ചെയ്ത് നിങ്ങളുടെ വിഷ് ലിസ്റ്റിനെ ഏറ്റവും വലിയ ഒന്നാക്കി മാറ്റുക. ഓക്കെ, 2025 എല്ലാവരും ഒരു ഡയറിയും പേനയും കയ്യിലെടുത്ത് വയ്ക്കുക. ആ ഒരു ഡയറിയും പേനയും നമ്മുടെ ഒരു മാജിക് ബുക്ക് പോലെ അല്ലെങ്കിൽ മാജിക് പെൻ പോലെ എപ്പോഴും കയ്യിൽ വെച്ച് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക.